ഹലോ. അപ്പോൾ ഇന്നൊരു ചെറിയൊരു വ്ളോഗാണ്. ഞങ്ങളൊരു സൈറ്റിലേക്ക് പോവാണ്, വർക്ക് സൈറ്റിലേക്ക് ഹസ്ബൻഡിൻ്റെ. അപ്പോൾ പോകുന്ന വഴിയിൽ ഇവിടെ ഒരു ഫേമസ് ടെമ്പിൾ ഉണ്ടെന്ന് അറിഞ്ഞു. എന്നാൽ പിന്നെ അവിടെയും കൂടി ഒന്ന് കയറിയിട്ട് പോവാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ഒന്ന് തൊഴുതിട്ട് പോവാമല്ലോ. ഓരോ ക്ഷേത്രങ്ങളും ഇവിടെ വ്യത്യസ്തമാണ്. അതായത് പൂജകളാവട്ടെ, എല്ലാ കാര്യങ്ങളും ഓരോ കാര്യങ്ങളും എല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ ഇവിടെ എന്താണ് ഫേമസ്, ഇവിടെ എന്താണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നത്. അപ്പോൾ ഇവിടെ കാക്കാനി ടെമ്പിളാണ് എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര്. അതായത് രാഹു കേതു പൂജയൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ശനിദോഷം മാറാനുള്ള പൂജകൾ ഒക്കെ നടക്കുന്നൊരു ടെമ്പിളാണ്, ശിവക്ഷേത്രമാണ്. അപ്പോൾ ഇതിൻ്റെ പുറത്ത് ഇതുപോലെ എല്ലാ സാധനങ്ങളും വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് പൂജയ്ക്ക് വാങ്ങിച്ചു കൊണ്ട് പോവാം. ഇന്ന് ഭയങ്കര തിരക്കുള്ള ഒരു ദിവസമായിരുന്നു. അവരൊക്കെ പൂജയ്ക്ക് ഇരിക്കുന്നവരാണ്. അപ്പോൾ നമുക്ക് അതിനൊന്നും സമയമില്ല. നമ്മൾ ജസ്റ്റ് ഇവിടെ ഒന്ന് കാണാൻ വേണ്ടി, തൊഴാൻ വേണ്ടി വന്നതാണ്. ഇവിടെ ഇതുപോലെ കുമ്പളങ്ങയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ കാണാം. എന്തിനാണ് എന്നുള്ളതൊന്നും നമുക്കറിയില്ല. നമുക്ക് വന്ന ലക്ഷ്യം ഇതല്ലാത്തത് കൊണ്ട് ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് പോകാമെന്ന് വിചാരിച്ചു. എനിക്ക് ആന്ധ്രയിലെ ടെമ്പിൾസ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ വർക്കുകളും കാര്യങ്ങളൊക്കെ ഭയങ്കര ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അവരുടെ കൾച്ചർ, അവർ ചെയ്യുന്ന പൂജകൾ കണ്ടില്ലേ, ബാക്കിലൊരു ചേച്ചി അവർ സ്വയമായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്ഷേത്രങ്ങളിലൊന്നും ഇതുപോലെ സമ്മതിക്കാറില്ല. അപ്പോൾ തിരിച്ചിറങ്ങാണ്, കാരണം നമുക്ക് സൈഡിലേക്ക് പോകണമല്ലോ. അപ്പോൾ പോകുന്ന സമയത്ത് പ്രസാദമാട്ടോ, ടാമറിൻ റൈസ് തന്നെയാണ് എല്ലാ ക്ഷേത്രങ്ങളിലും. അതും ലഡ്ഡു ഒക്കെ തന്നെയാണ് കൂടുതലും പ്രസാദമായിട്ട് കിട്ടുക. അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് തിരിച്ച് സൈഡിലോട്ട് പോകുന്ന സമയത്ത് ഞാനത് കണ്ടു, നമ്മുടെ ചക്ക. അയ്യോ, ചക്ക കുറേ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ വില ചോദിച്ചപ്പോൾ ഇവിടെ അല്ല കേട്ടോ, ഞങ്ങൾ താമസിക്കുന്ന വിജയവാഡയില, ഇത് ഗുണ്ടൂർ ഭാഗത്താണ്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നിടത്ത് വില ചോദിച്ചപ്പോൾ 800 രൂപയാണ് ഒരു ചക്കയ്ക്ക് പറഞ്ഞത്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം വാങ്ങിച്ചില്ല, നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരികയും അവിടെ പോയി കഴിക്കൂ. നാട്ടിൽ പോയ സമയത്ത് കഴിച്ചു. 800 രൂപ കൊടുത്ത് വാങ്ങണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ ഒന്ന് ജസ്റ്റ് ഇറങ്ങാം, ഇത്ര അധികം ഉണ്ടല്ലോ. പിന്നെ മഴ പെയ്തതുകൊണ്ട് വില കുറയുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ പ്രതീക്ഷിച്ച പോലെ തന്നെ 250 രൂപയ്ക്ക് നമുക്ക് കിട്ടി ഒരു ചക്ക, പച്ച ചക്ക. അപ്പോൾ അത് കൂടുതലാണോ കുറവാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ആന്ധ്രയിൽ അത് ഭയങ്കര കുറവായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. അപ്പോൾ ഞങ്ങൾ 2 ചക്ക വാങ്ങിച്ചു. പച്ച ചക്ക തന്നെയാണ് വാങ്ങിച്ചത്. അപ്പോൾ ചേട്ടൻ കുറച്ച് കഴിക്കാനൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഭയങ്കര കനപ്പായിരുന്നു. അതുകൊണ്ടാണ് മധുരം, അതായത് സ്വീറ്റായിട്ടുള്ള ചക്ക പഴുത്ത ചക്ക വാങ്ങാഞ്ഞത്, പച്ച ചക്ക വാങ്ങിയത്. പോണ വഴിയിൽ ഇപ്പോൾ സൈറ്റിലൊക്കെ പോയി വരുമ്പോഴത്തേക്കും 3 മണിക്കായി. അപ്പോൾ പോണ വഴിയിൽ ഹോട്ടലിലേക്ക് കയറി. ഈ ഹോട്ടലിൽ ഞങ്ങൾ മുന്നേയും കയറിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു റീലും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഹോട്ടലാട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഇവിടുത്തെ ഫുഡൊക്കെ. ഇവിടെ നോൺ വെജാണ് കൂടുതലും ടേസ്റ്റും അതുപോലെ വെറൈറ്റിയും എന്നൊക്കെ പറയാൻ പറ്റുന്നത്. അപ്പോൾ മട്ടൻ റോസ്റ്റും ബട്ടർ റൊട്ടിയൊക്കെ വന്നു, അതൊക്കെ കഴിക്കട്ടെ. ഡെസേർട്ടും ഞങ്ങൾ മുന്നേ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്കറിയാം നല്ല ടേസ്റ്റാണെന്ന്. അപ്പോൾ ഡെസേർട്ടൊക്കെ വന്നു. ഈ ഡെസേർട്ട് ഉണ്ടല്ലോ, നമ്മുടെ സാധാരണ കസ്റ്റാർഡ് പോലെയല്ല, ഒരു പ്രത്യേക ടേസ്റ്റാണ്. മധുരം ഭയങ്കര പാകത്തിനൊക്കെ ആക്കി. അതിൻ്റെ ഒരു ടേസ്റ്റ് ഞാൻ എവിടെയും കഴിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ കഴിച്ച് വീട്ടിലേക്ക് ഇന്ന് പോവാണ്. അപ്പോൾ ഇന്ന് ചെറിയൊരു വ്ളോഗാട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള ചെറിയ വീഡിയോസും ഞാൻ ഇടുന്നുണ്ട്. അതുപോലെ ആന്ധ്രയിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരാം. അപ്പോൾ ബൈ, സീ യു.